കടലിനോട് ചേർന്നുള്ള പാറക്കെട്ടിൽ ഒരു എഴുത്തുകാരൻ ദിവസവും വന്നിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് എതിർപ്പുള്ളവരിൽ നിന്ന് ഒട്ടേറെ പീഡനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. മനക്ലേശം വരുമ്പോൾ കടൽ തീരത്ത് ധ്യാനനിരതനായിരിക്കും. അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഭാരമുള്ള കല്ലെടുത്ത് കടലിലേക്ക് എറിയുന്നത് പതിവായിരുന്നു. അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ സ്ഥിരമായി ഈ കാഴ്ച കാണാറുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു കുട്ടി അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങെന്തിനാണ് കല്ല് കടലിലേക്ക് എറിയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ വെറും കല്ലല്ല എറിഞ്ഞു കളയുന്നത്, എനിക്ക് ഈ ദുരിതം വന്നല്ലോ എന്ന ഭാവമാണ് എറിഞ്ഞു കളയുന്നത്. സ്വയം സഹതപിക്കുന്നവരുമുണ്ട്, പ്രചോദനപ്പെടുത്തുന്നവരുമുണ്ട്. അടിപതറുമ്പോൾ ആരെങ്കിലുമൊക്കെ സഹായത്തിനുണ്ടാകും എന്നത് പ്രതീക്ഷ മാത്രമാണ്. സ്വയം പ്രചോദിപ്പിക്കുന്നവർക്ക് ഇതും ഞാൻ നേരിടും എന്നതാവും സ്ഥിരഭാവം. ഒരാളും മറ്റൊരാൾക്കും വേണ്ടി നിലകൊള്ളുന്നില്ല. സ്വയം ഊർജമാകണം എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ആകസ്മികതയെ അംഗീകരിക്കണം. ക്ഷണിക്കപ്പെടാത്ത അതിഥികളും സംഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ഗ്രഹിക്കണം. വീണ്ടെടുത്തു നിന്ന് എഴുന്നേൽക്കുന്നത് ശീലമാക്കണം. ദുരനുഭവങ്ങളിലൂടെ ചിലർ ശക്തീകരിക്കപ്പെടും, ചിലർ കൂടുതൽ ദുർബലരാകും. ഓരോ അനുഭവത്തിനു ശേഷവും എന്ത് സൂക്ഷിച്ചു വെക്കുന്നു, എന്ത് വലിച്ചെറിയുന്നു എന്നതാണ് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നതിന് അടിസ്ഥാനം. അനാവശ്യമായതെല്ലാം വലിച്ചെറിയുകയും ആവശ്യമായതെല്ലാം കൂട്ടിച്ചേർക്കുകയും വേണം. ഈ ക്രിസ്മസ് സായാഹ്നത്തിൽ നന്മയുടെയും സമൃദ്ധിയുടെയും ചിന്തകൾ മാത്രം ഉൾക്കൊണ്ട് സന്തോഷത്തോടെ ഈ നാളുകൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.